തൃശ്ശൂരാണ് ഇറങ്ങുന്നത്. തൃശ്ശൂരിൽ നിന്നും അവർക്ക് തിരികെ വരാനും ട്രെയിൻ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഏറെക്കാലത്തെ കാത്തിരിപ്പിന് ശേഷം കൊച്ചി ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി ഓൺലൈനായി സുരേഷ് ഗോപിയുടെ നിന്ന് മിഠായിയൊക്കെ മേടിച്ചോ? സന്തോഷമായോ? ട്രെയിൻ യാത്ര എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. മറ്റ് ട്രെയിനിൽ നിന്നൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇത് വലിയ സൗകര്യമല്ലേ? AC-ലിരുന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് സുരക്ഷയോടുകൂടി പോവാം അല്ലെ? അപ്പൊ ഇനിയും നമുക്ക് വന്ദേ ഭാരത് ട്രെയിനുകൾ വേണ്ടേ? വേണം. വേറെന്താ പറയാനുള്ളത്? വേറെ ഒന്നുമില്ല, ഇതൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാം. അപ്പൊ ഇനിയും ഒരുപാട് തവണ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പറ്റൂല്ലേ? യെസ്, ഇതുപോലെ വന്ദേ ഭാരതുകൾ വരട്ടെ. ഹായ്, എവിടെ പടം വരച്ചതൊക്കെ? വരച്ചാണോ? എന്ത് പേരെന്താ? രന്തീർ. ഏത് ക്ലാസ്സിലാ? 10th. ഓക്കെ, ഇതെന്താ ഒന്ന് പറഞ്ഞേ. സെൽഫ് റിലയന്റ് ഇന്ത്യനെ പറ്റിയുള്ള ഒരു പോസ്റ്ററാണ്. ഇതില് ഇന്ത്യയുടെ ഓരോ അച്ചീവ്മെന്റും ഉണ്ട് അല്ലേ? 5G, ഇത് ഒളിമ്പിക്സ് അങ്ങനെ ഓക്കെ, നെറ്റ്വർക്ക് അല്ലേ? മേക്കിംഗ് ഇന്ത്യ, അങ്ങനെ ഒരുപാട്. ഇത് എയറോപ്ലെയിൻ വിമാനം. അങ്ങനെ കുട്ടികളൊക്കെ ഓരോ ചിത്രങ്ങൾ, ഇന്ത്യ ഇതുവരെ കൈവരിച്ച നേട്ടങ്ങൾ അത് ചിത്രമായി വരച്ച് കൊണ്ട് വന്നിട്ടുണ്ട് കുട്ടികളൊക്കെ. നമ്മുടെ ക്യാമറാമാൻ അല്പം ദൂരമായതുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രേക്ഷകരോട് ഇത് കാണിക്കാൻ പറ്റാത്തത്. ഉടനെ തന്നെ പ്രേക്ഷകർക്കും ഈ കുട്ടികൾ വരച്ച ചിത്രങ്ങൾ കാണിക്കാം. നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട്, അമിത്ഷായുടെ ചിത്രമുണ്ട്, ഇന്ത്യയുടെ ഭാരതാംബയുടെ ചിത്രമുണ്ട്. അങ്ങനെ ഓരോ ചിത്രങ്ങളും കുട്ടികൾ, കർഷകരുടെ ചിത്രമുണ്ട്, റോക്കറ്റ് ഉണ്ട് അല്ല, ഇന്ത്യ കൈവരിച്ച എല്ലാ നേട്ടങ്ങളും ചിത്രമായിട്ട് ഇവർ വരച്ച് വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി MP-യും ഒക്കെ അത് കാണിക്കുന്നുമുണ്ട്. സുരേഷ് ഗോപി MP എന്നാലും കുട്ടികൾക്ക് മധുര മിഠായി വിതരണം ചെയ്യുകയാണ്. അതെല്ലാം മേടിച്ചുകൊണ്ട് വളരെ എക്സൈറ്റഡ് ആണ് എല്ലാവരും, ഭയങ്കര സന്തോഷത്തിലാണ്. അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോ സുരേഷ് ഗോപി MP എന്നതിനപ്പുറത്തേക്ക് അവരെ സംബന്ധിച്ച് ഒരു സിനിമാ താരത്തിൽ നിന്നും മിഠായി മേടിക്കുന്നു എന്നൊരു സന്തോഷമാണ്.